എൻ്റെ പേര് ദീപ എസ് പണിക്കർ എന്നാണ്. ഞാൻ എൻ്റെ വീട്ടുപേര് സഹദേവ മന്ദിരം, ഓലകെട്ടിയമ്പലം PO ആണ്. ഇത് ആലപ്പുഴ ജില്ലയാണ്. ഭരണിക്കാവ് വില്ലേജിലെ 1-ാം വാർഡ്, ഹൗസ് നമ്പർ എന്ന് പറയുന്നത് 89. എൻ്റെ സ്വന്തം വീടാണിത്. എൻ്റെ പേരിലുള്ളതാണ്. ഇതിൻ്റെ വസ്തുവിൻ്റെ പ്രമാണങ്ങളെല്ലാം ഞാൻ എൻ്റെ പാർട്ട്ണറുണ്ട്, ലിവിങ് ടുഗദറാണ്. അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിലാണ്, ഞാൻ കേരളത്തിലും. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൈവശം ആണ് ഇരിക്കുന്നത് എൻ്റെ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം. ഇവിടെ ഒന്നും വെച്ചിട്ടില്ല. കാരണം ഇവർ പല രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാനായിട്ട് നടക്കുന്ന ആൾക്കാരാണ്. എൻ്റെ പ്രമാണം തട്ടിയെടുക്കാനും അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരായതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം എൻ്റെ പ്രമാണം മുകേഷ് കുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ നെയിം. അദ്ദേഹത്തിൻ്റെ അടുക്കലാണ്. അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണ്. ആ ആളിൻ്റെ അടുക്കലാണ് എൻ്റെ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെച്ചിരിക്കുന്നത് സേഫായിട്ട്. കാരണം പണ്ടും ഇതുപോലെ കുറച്ച് ശ്രമങ്ങളൊക്കെ നടന്നതുകൊണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആൾക്കാർ നമ്മളെ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യുക. ഇവൻ എൻ്റെ അച്ഛനോടും ഇതുപോലെ തന്നെയായിരുന്നു. ഇവന്മാർ എൻ്റെ അച്ഛനെ അന്ന് ഈ 9 സെൻറ്റ് ഇപ്പോൾ ഇതിൻ്റെ പുറകിൽ ഞങ്ങൾക്ക് 17 സെൻറ്റും കൂടെ ഉണ്ട്. ഇതിപ്പോൾ 9 സെൻറ്റ് അന്നുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഈ 9 സെൻറ്റിൻ്റെ ഇപ്പോൾ ഈ ബൗണ്ടറി വാൾ കാണുന്നിടത്തും ഈ ഫെൻസിങ്ങിൻ്റെ അവിടെയും പിന്നെ ബാക്ക് സൈഡിലും 3 വശത്തും മുള്ളുവേലിയിട്ട് എൻ്റെ അച്ഛനെ ഇതിനകത്ത് ഒറ്റപ്പെടുത്തി ഭയങ്കരമായിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിച്ചവരാണ് ഇവരെല്ലാം, എൻ്റെ അച്ഛൻ്റെ സൈഡുകാർ. ഇതെൻ്റെ അമ്മ വീട്ടുകാരുടെ ഒത്താശയോടാണ് ഇതെല്ലാം ഇവന്മാർ ചെയ്യുന്നത്. ഈ രാജമ്മ എന്ന് പറയുന്നവർ ഭയങ്കര കള്ളിയാണ്. അവൾ എന്നെ വെച്ചും എൻ്റെ കുഞ്ഞിനെ വെച്ചും പല രീതിയിലുള്ള കള്ളത്തരങ്ങൾ ഇവൾ ചെയ്യുന്നുണ്ട്. എൻ്റെ കുഞ്ഞിനും എനിക്കും വെള്ളത്തിൽ കൂടെയൊക്കെ ഭയങ്കര ഒരു ബ്രൗൺ കളർ സാധനം കലക്കി തരുന്നുണ്ടായിരുന്നു. നമ്മുടെ കളർ ഡിമ്മായിട്ട് കാണാനും അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ. ഞാൻ വളരെ കറക്റ്റായിട്ടാണ് പറയുന്നത്. ബ്രൗൺ കളേർഡ് ഒരു കാര്യമാണ്. എന്നിട്ട് നമ്മൾ കറുത്ത് വരുമ്പോൾ ഇവർ പറയും നമുക്ക് കരൾ രോഗമാണ്. അങ്ങനെ ഇവർ നമ്മുടെ ദേഹത്ത് ഡിസീസ് ഇൻഡ്യൂസ് ചെയ്യുന്ന കൂട്ടരാണ്. ഇവരുടെ കയ്യിൽ പല കെമിക്കൽസ് ഉണ്ട്, സ്ലോ ആക്ടിങ് പോയിസൺ ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ ഇവരുടെ കയ്യിലുണ്ട്. ഞാനതുപോലെ നമുക്ക് രാത്രിയിൽ ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ ഈ വീടിൻ്റെ നേരെയായിട്ട് കുറേ എന്തോ ഒരു പാർട്ടിക്കിൾസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പറന്നു വരുന്നതായിട്ട് നമ്മുടെ CCTV ക്യാമറയിൽ പലപ്പോഴും ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പം നമ്മുടെ ഈ ഗ്രൗണ്ടിൽ നിന്നാണ് ഇത് വരുന്നത്. അങ്ങനെ അവിടെ ചില കുഴി പോലെ വരികയും രൂപാന്തരപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മുടെ ഗ്രൗണ്ടിൽ നിന്നാണ് ഇത് വരുന്നത്. അപ്പം ഇതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇതുകൊണ്ട് ഇങ്ങനെ വരുന്നതെല്ലാം ഞാൻ യൂട്യൂബിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ വീഡിയോസ് എല്ലാം. നമ്മളിങ്ങനെ പല രീതിയിൽ നമ്മുടെ ദേഹത്തോട്ട്